ഹലോ ഗൈസ്, ഇന്നൊരു വല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. ഒരു മടി പിടിച്ച ദിവസം. രാവിലെ തന്നെ എണീക്കുമ്പോൾ തന്നെ വയ്യാണ്ടായിട്ടാണ് ഞാൻ എണീച്ചത്. എന്നിട്ട് വേഗം പോയി കുളിച്ചിട്ട് അവിടെ താങ്ങി തൂങ്ങി ഇരിക്കുന്നതാണ് കേട്ടോ. കുറേ നേരം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അമ്മേനെ കാണാനില്ല ഗൈസ്. അങ്ങനെ ഞാൻ വീട്ടിൻ്റെ ബാക്കിലോട്ട് പോയി അന്വേഷിച്ച് നോക്കുമ്പോഴത്തേക്കാണ് അമ്മ ഓലക്കുടിയും മുട്ടക്കണ്ണിയെല്ലാം എടുത്ത് വെക്കുന്നത്. ഡോക്ടർ കഴിഞ്ഞ ചെക്കപ്പിന് പോയപ്പോഴത്തേക്കും പറഞ്ഞതാണ് അധികം ജോലിയൊന്നും ചെയ്തുകൂടാ, വെറുതെ അവിടെ വീട്ടിലിരിക്കണമെന്ന്. പക്ഷെ ഇതൊന്നും അനുസരിക്കാത്ത ഒരാളാണ് എൻ്റെ അമ്മ എന്ന് പറയുന്നത് കേട്ടോ. എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കും, വീട്ടിൽ വെറുതെ ഇരിക്കാനൊന്നും ഇഷ്ടമില്ലാതെ അമ്മമാരായിരിക്കും കൂടുതൽ ഉണ്ടാവുന്നത്. പക്ഷെ എൻ്റെ അമ്മായിയമ്മ അങ്ങനെയല്ല കേട്ടോ. അമ്മക്ക് അധികം പണിയെടുക്കുന്നൊന്നും ഇഷ്ടമല്ല. ആവശ്യത്തിനുള്ള പണിയെടുത്തിട്ട് പിന്നെ പോയിട്ട് അമ്മ റെസ്റ്റ് എടുക്കും കേട്ടോ. അങ്ങനെയാണ് എൻ്റെ അമ്മായിയമ്മ. പക്ഷെ എൻ്റെ അമ്മ നേരെ തിരിച്ചാണ്. അമ്മ സ്വയം പണിയെടുക്കുകയും ചെയ്യും, മറ്റുള്ളവരെ കൊണ്ട് പണി എടുപ്പിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെയുള്ളൊരു അമ്മയാണ് എൻ്റെ അമ്മ. എല്ലാവരും അങ്ങനെ ആയിരിക്കും, പക്ഷേ ഇവിടെ കുറച്ച് കൂടുതലാണ്. പക്ഷേ എന്നാലും അമ്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നില്ല വെറുതെ ഇരിക്കാൻ. അങ്ങനെയാണ് വയ്യാണ്ടായിട്ട് ഞാൻ അമ്മേൻ്റെ കൂടെ പോയി ചെയ്തത് കേട്ടോ. പിന്നെ ഞാൻ വെറുതെ ഏട്ടൻ്റെ കൃഷിത്തോട്ടത്തിലേക്കൊക്കെ ഇറങ്ങി. കൃഷിത്തോട്ടം എന്നൊന്നും പറയാനില്ല, അവിടെ കുറച്ച് കുമ്പളങ്ങിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോളിഫ്ലവർ ആണോ ക്യാബേജാണോ അതും ഉണ്ടായിരുന്നു കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് നോക്കി കണ്ട അമ്മ നോക്കി നടക്കുന്നുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പണി ബാക്കിയുണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് നടക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ അപ്പോൾ അതാ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയായപ്പോഴത്തേക്കും ചോറ് കഴിച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, എനിക്ക് ഈ സമയത്ത് നല്ലോണം വിശക്കും. ഇന്നത്തെ കറി എന്ന് പറയുന്നത് പരിപ്പ് കാച്ചിയതും കുത്തി കാച്ചിയതും പിന്നെ ഇതില്ലേ പച്ചച്ചീര വറവ്. ഇങ്ങനെ ഓറിയോക്കും ചെയ്യക്കും ചോറ് കൊടുക്കാനായിട്ട് അമ്മ പോയിട്ടാ. ഈ ഇടയായിട്ട് ഓറിയോക്ക് ഭയങ്കര കളിയാണ്. എന്താ വെച്ചാൽ അവന് വാരി കൊടുത്താലേ അവൻ തിന്നുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മണപ്പിച്ച് നോക്കിയിട്ട് ദൂരം പോയിട്ട് പിണങ്ങിയിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഓറിയോൻ്റെതും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ നിൽക്കുന്നത്. അവൻ്റെ വേഗം തിന്ന് തീർത്തിട്ട് തിന്നുന്നത് അത് തിന്നിട്ട് വേഗം ഓറിയൻ്റെ പാത്രത്തിലേക്കും പോകട്ടോ. അങ്ങനെയാണ് ജയൻ്റെയും ഓറിയൻ്റെയും കഥ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ അകത്തും പുറത്തും ഒക്കെ ഒന്ന് അടിക്കാനും ഇതാക്കാനൊക്കെ പോയിട്ടാണ്. പിന്നെ എത്ര വയറുവേദന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെങ്കിലും നമ്മളെ ജോലി ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ അകത്തും പുറത്തും ഒക്കെ അടിച്ച് ഇതാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അമ്മ മുറ്റത്തൊക്കെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കളമൊക്കെ ഒന്ന് നനക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഡ്രമ്മിൽ വെള്ളം പിടിക്കുന്നതിൻ്റെ ഇടയിൽ ഓവറായിട്ട് വെള്ളം മറിഞ്ഞിട്ട് അവിടെയൊക്കെ നനഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ അതൊക്കെ തൂത്ത് വൃത്തിയാക്കി തുടച്ച് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വിറകൊക്കെ എടുക്കാൻ പോയതാണ് കേട്ടോ, അടുപ്പിലിടാൻ വേണ്ടിയിട്ട്. പിന്നെ ഏട്ടൻ വന്ന സമയത്ത് ചായയൊക്കെ വെച്ച് ചായക്ക് ഇന്ന് കിഴങ്ങ് പൊടിയായിരുന്നു കേട്ടോ. അപ്പം അത്രയുള്ള ഗൈസ്, ബൈ.